ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് രണ്ട് നല്ല ന്യൂസസ് ഉണ്ട്. സോ ഓൾറെഡി നേരത്തെ ന്യൂസസ് വരുന്നുണ്ടായിരുന്നു. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഓയിലിൻ്റെ അളവ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യു എസിൽ നിന്ന് മേടിക്കുന്നത് കൂട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷയല്ല, കൂട്ടിയിട്ടുമുണ്ട് എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. പിന്നെ യു എസിൻ്റെ ഫെഡ് റേറ്റ് കട്ട് ഉണ്ട്, അതും പോസിറ്റീവ് ആയിരിക്കാനുള്ള സാധ്യതയും. യു എസ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ വീണ്ടും 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 ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 4 പ്രാവശ്യം പറഞ്ഞെങ്കിൽ അത് 5 6 പ്രാവശ്യം 7 8 പ്രാവശ്യത്തിന് മുകളിൽ അതിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ ഒരുപാട് വലിയൊരു ഡേറ്റയിലേക്ക് എല്ലാ ദിവസവും പോകാറില്ല, വലിയ കഥകൾ പറയാറില്ല. എനിക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഫോക്കസ് ഞാൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ FIIs കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളായിട്ട് ചെറിയ ക്വാണ്ടിറ്റിക്ക് 1000 കോടി ഇല്ല, 100 500 700 കോടി രൂപയ്ക്ക് മേടിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് FII മേടിക്കാറില്ല, വിൽക്കാറ് മാത്രമേ ഉള്ളൂ. സോ വിറ്റുകൊണ്ടിരുന്ന ആൾക്കാർ അതിനെ ഷോർട്ട് കവറിങ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു എമൗണ്ടാണ്, അതൊരു ഷോർട്ട് കവറിങ് ആയിട്ട് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അവർ വിറ്റൊഴിവാക്കിയതിന് ശേഷം അടുത്ത അക്കുമുലേഷൻ ഫേസിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇന്നലെ ലാസ്റ്റിലത്തെ ഒരു 15 മിനിറ്റ്സ് ഞാൻ 1 മിനിറ്റ് ചാർട്ടിലേക്ക് കിടക്കാം. ലാസ്റ്റിലത്തെ ഒരു 50 ഇത് കാണിക്കുന്നത് ഒരു ഇൻഡിസിഷൻ ലോങ് ലെഗ്ഡ് ഡോജിയാണ്. വാട്ട് എവർ ദ കളർ ഈസ്, റെഡ് ഓർ ഗ്രീൻ, അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇന്ന് ഈ കാണിക്കുന്നത് ഹൈ വോളറ്റൈലിറ്റി, ഹൈലി ഇൻഡിസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ആർക്കും ഒരു ഉറപ്പുമില്ല എങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, തിരിച്ച് ഇങ്ങനെ ഒരു ട്രെൻഡ് അതിനകത്തുണ്ട്. സോ മാർക്കറ്റ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അത് മേളിലേക്ക് പുറക്കാനായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനായിരിക്കും. ഡേറ്റാസ് നോക്കിയിട്ട് അത് മേളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് വരും സമയത്ത് പറയാം. ഇപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഒരു 3 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഹൈ ബയ്യർ കയറിയ ഒരു സംഭവമാണ്. ഒരുപാട് ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല. ഒരുപാട് സ്റ്റോക്കുകൾ എടുത്ത് നോക്കുമ്പോഴും അവസാനത്തെ ഒരു 15 മിനിറ്റിൽ നല്ല അരമണിക്കൂറിൽ നല്ല ബൈയിങ് വോളിയം വന്നിട്ടുണ്ട്. സോ ഈ 10,000 കോടി രൂപ എന്ന് പറയുന്നത് ഒരുപാട് നല്ല സ്റ്റോക്സിലേക്ക് പോയി ഡിപ്ലോയ് ആകുന്നുണ്ട്. സോ അടുത്ത സെറ്റ് ഓഫ് ബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 25,500 ടു 26,000 നമ്മുടെ FIIs ബൈ ചെയ്യുന്ന ഒരു റേഞ്ച് കണ്ടെത്തി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി അതിനെ ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ. ട്രസ്റ്റ് ചെയ്യണം. വൺസ് ഇറ്റ്സ് ഗെറ്റിംഗ് എബവ് 26,100 ഓർ 26,000 നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് വരും. അപ്പോൾ ഇന്നലെ നമ്മുടെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ലോ ബ്രേക്ക് ചെയ്തപ്പോൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റോക്സ് ഞാൻ ഒഴിവാക്കി. ദാറ്റ് മീൻസ് ഒന്ന് ടാറ്റ ടെക്നോളജീസ് എനിക്ക് അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. എൻ്റെ പോർട്ട്ഫോളിയോയിൽ അനാവശ്യമായി കിടന്ന ഒരു സ്റ്റോക്കായിരുന്നു. ആ ഒരു സ്റ്റോക്കിനെ ഞാൻ കട്ട് ചെയ്തു. ITC, ഡാബർ പോലുള്ള സ്റ്റോക്കുകൾ ITCയിലൊക്കെ ഒരു 2% പ്രോഫിറ്റിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഈൽഡ് കിട്ടാത്തൊരു സംഭവം, നമ്മൾ ഈൽഡ് കിട്ടാത്ത ക്രോപ്പ് ഒരിക്കലും നമ്മുടെ ഗാർഡനിൽ നിർത്തിയിരിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റ്. ചിലർക്ക് ആ ഒരു ചെടിയോടുള്ള സ്നേഹം കാരണം അത് നിർത്തിയിരിക്കാറുണ്ട്. ഈൽഡ് എന്നുള്ള പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതവിടെ നിർത്തിയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ITC കട്ട് ചെയ്തു. ഡാബർ ഓൾമോസ്റ്റ് നമ്മുടെ SLനോട് അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. ഓൾറെഡി 2% ഇല്ല 3% ഡൗൺ ആയപ്പോഴേക്കും അതിൻ്റെ പാർഷ്യൽ ക്വാണ്ടിറ്റി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് അതിപ്പോൾ 5%ലേക്ക് എത്തിയപ്പോഴേക്കും അതിൻ്റെ കംപ്ലീറ്റ് ക്വാണ്ടിറ്റിയും താഴേക്ക് ഇനി പോവും എന്നുള്ളൊരു ഫീല് ഉണ്ട്. 500 സപ്പോർട്ട് തന്നെയാണ്, എങ്കിലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെ ഒഴിവാക്കി
പകരം SBI മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. PSU ബാങ്ക്സിന് FIയുടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അപ്പോൾ FI ഇന്നലെ അവിടെയും മേടിച്ചിട്ടുണ്ടായിരിക്കും. നോട്ട് ദ പോയിന്റ്. അവിടെ കാനറ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, നമ്മുടെ SBI ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SBI അവിടെയുണ്ട്. അപ്പോൾ അതുപോലുള്ള സ്റ്റോക്കുകൾക്കുള്ളിൽ ബയേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ലോ ഈൽഡിങ് സ്റ്റോക്കിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഹയർ ഈൽഡിങ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഹയർ പ്രോബബിലിറ്റി സ്റ്റോക്സിലേക്ക് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ സ്വിച്ച് ചെയ്യുകയാണ്. സോ ആ ഒരു ട്രാൻസിഷൻ്റെ പീരീഡിലാണെന്ന് പറയാം. വീണ്ടും ഞാൻ VMM, ദേവയാനി പോലുള്ള സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ കുറച്ച് സ്റ്റോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീമിയർ എനർജീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പ്രീമിയർ എനർജീസിൽ മാത്രം ഇന്നലെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് നല്ലതായിരുന്നു. എനിക്കറിയാമായിരുന്നു റിസൾട്ട് ആ സ്റ്റോക്കിൽ പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷേ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന കാണുമ്പോൾ ക്വാണ്ടിറ്റി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഹാഫ് ദി ക്വാണ്ടിറ്റി കട്ട് ചെയ്തു. ഇന്ന് മാർക്കറ്റ് അത് ചിലപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കുറച്ചുകൂടെ പ്രീമിയം പ്രൈസിൽ എനിക്കത് വീണ്ടും മേടിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഞാൻ ചെയ്തതിൽ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. പലരും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, വളരെ നല്ലത്. അപ്പോൾ എനിക്ക് ആവറേജ് പ്രൈസിലോട്ട് പോകും. ഇപ്പോൾ 100 മേടിച്ചിട്ട് അടുത്ത് 110 എനിക്ക് വീണ്ടും മേടിക്കേണ്ടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ 105 മേടിക്കേണ്ടി വരുവാണെങ്കിൽ എൻ്റെ ആവറേജ് 102.5 മാറി എന്നുള്ളതാണ്. 100 നിന്നിട്ട് അത് 102. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. അത് വല്ലപ്പോഴും മാർക്കറ്റിനകത്ത് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിനകത്ത് മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒന്നാമത്തത് 25,800. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല, എൻ്റെ ക്യാമറ എൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് സ്ക്രീന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, 25,800 എന്നുള്ള ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 25,880 ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഒരു ഓക്കെ, ഇത് കണ്ടോ, സെൻസെക്സിലും ആ ഒരു ഡോജി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ 26,000 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈന് 26,000, താഴെ 25,800. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 25,960 ആണ്. ലാസ്റ്റിൽ മാർക്കറ്റ് പെട്ടെന്ന് ബൗൺസ് ചെയ്ത് കയറിയ ഈ ഒരു 2 ക്യാൻഡിൽ കാരണം വീണ്ടും മാർക്കറ്റ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിലൊരു ഗ്യാപ്പ് അപ്പിൻ്റെ ഒരു ഓപ്പണിംഗ് സാധ്യതയാണ് കാണിക്കുന്നത്. 26,000 അടുപ്പിച്ച് വരുന്ന ഒരു ലെവല്. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് 26,000 മേളിലേക്ക് കയറുവാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. 2640 ആണ് ആ ഒരു ട്രെൻഡ് ലൈൻ. 40 ആണ് ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ 26,000 ഓർ 2640 മേളിൽ നിങ്ങൾക്ക് അവിടെ 26,100 വരെ ടാർഗറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 26,240 ടാർഗറ്റ് ഉണ്ട്. സോ ആ ഒരു റേഞ്ചിനടുത്താണ് നമ്മുടെ ഓൾ ടൈം ഹൈ കിടക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇന്ന് ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ കയറുവാണെങ്കിൽ നമുക്കത് ചിന്തിക്കാം. ഈ വരുന്ന ആഴ്ചകളിലോ ഇല്ലെങ്കിൽ കമ്മിങ് വീക്സിലോ നവംബർ മന്തിൻ്റെ വീക്സിൽ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. എൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് PSUവിനകത്തുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് വരുന്നുണ്ട്, അത് നല്ലത് തന്നെയാണ്. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ FI നല്ല ബയ്യർ ആവുന്നുണ്ട്, ക്വാളിറ്റി ബയ്യർ ആവുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളായിട്ട് സ്മോൾ ബയ്യർ ആയിരുന്നു, അത് അത്ര എഫക്റ്റ് ആകത്തില്ല നമ്മുടെ മാർക്കറ്റ്. പക്ഷേ ഇന്നലത്തെ ഒരു ഓർഡർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓർഡർ ആയിരുന്നു. സോ അത് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ നമുക്ക് നോക്കാം. ഞാൻ ഒരു പൊസിഷനിലേക്ക് കോൺഫിഡൻസ് ആവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കണം. സ്റ്റിൽ ബുള്ളിഷ് ആണെങ്കിലും മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കൺഫ്യൂസിങ് ആണ്, സ്ട്രഗ്ലിംഗ് ആണ്. സോ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ 26,100 മേളിൽ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 26,000 മേളിൽ കയറിയതിന് ശേഷം പുതിയ സെറ്റ് ഓഫ് സ്റ്റോക്സ് ഇല്ലെങ്കിൽ പഴയതിലെ മോസ്റ്റ് പെർഫോമിങ് സാധ്യതയുള്ള സ്റ്റോക്കുകളെ വീണ്ടും ഞാൻ അപ്ഫ്രണ്ട് ചെയ്യാം. എന്നിട്ട് അതിനുള്ളിലായിരിക്കും ഞാൻ വീണ്ടും പൊസിഷൻ എടുക്കുക. കയ്യിലിപ്പോഴും കുറച്ച് സ്റ്റോക്സ് അത്യാവശ്യം പൊസിഷൻസ് കിടപ്പുണ്ട്. ഞാൻ ഈ അടുത്തൊരു സെറ്റ് ഓഫ് സ്റ്റോക്ക് കൂടെ ഒന്ന് റിവൈവ് ചെയ്തിട്ട് ഇട്ടിരിക്കാം. നല്ല മൊമെൻ്റ് കിട്ടുന്ന സ്റ്റോക്സ് ഉണ്ട്. സോ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണാം. ക്രൂഡ് ഓയിലിൽ നമ്മുടെ ആരാ പറയുക,
നമ്മുടെ ഒപെക് രാജ്യങ്ങൾ അവരുടെ ഔട്ട്പുട്ട് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രോഡക്റ്റ് ധാരാളമായിട്ട് കാണും. ഓയിൽ പുറത്ത് വരുന്നത് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ സാധനം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡിൽ കുറവ് വരും, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൽ ഒരു ഹൈക്ക് ഉണ്ടാവത്തില്ല. ഇപ്പോൾ സാധനം കിട്ടാനില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രൈസ് ഷൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അവരെ മാർക്കറ്റിലേക്ക് അവൈലബിലിറ്റി ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയുവാണ്. സോ ക്രൂഡ് ഓയിൽ ഇന്നലെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ ട്രേഡ്, ആ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഒറ്റ നെഗറ്റീവ് ട്രേഡ് മാത്രമേ പേഴ്സണലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റിലൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം മാത്രമേ ഇന്നലെ വൈകുന്നേരം ഒരു പൊസിഷൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഓക്കെ, അത് നല്ലൊരു ട്രേഡായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ട്രേഡായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ക്രൂഡ് ഓയിലിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാനവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ലോ ഏരിയ നിങ്ങളുടെ സപ്പോർട്ടായിട്ടും ഇതിൻ്റെ ഹൈ ഏരിയ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യും. സോ ഇതിനിടയിൽ 3340 റേഞ്ചിൽ 44 റേഞ്ചിൽ ഇവിടെയും ഒരു ഹാഫ് ലൈൻ ഉണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ലോ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 44, ഇതിൻ്റെ ഹൈ 84 എന്നിങ്ങനെ ഒരു ഏരിയ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. സോ 96, 44, തിരിച്ച് 84 to 88 ഈ 3 ലൈൻസും നോക്കി വയ്ക്കുക എന്നുള്ളതാണ്. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഏരിയ ഇതിനെക്കുറിച്ച് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ഇന്ന് 10 മിനിറ്റോളം 11 മിനിറ്റോളം ആയിട്ടുണ്ട്. പിന്നെ കമ്മിങ് ബാച്ചസിൽ അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പേര് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീക്കിൽ ഈ വീക്കെൻഡിൽ സൺഡേയിൽ പുതിയൊരു ബാച്ച് 11 പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ അവിടെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അടുത്ത 2 മാസം കംപ്ലീറ്റ്ലി അവിടെ ആയിരിക്കും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. സ്റ്റുഡൻസിന് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിന് അതിൻ്റെ ഫോക്കസ് കിട്ടുന്നുണ്ടാവും. അവർക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, ബാക്കിയുള്ള സംഭവങ്ങളുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് ഞാൻ അവിടെ എടുക്കുക. എൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടുന്ന ഒരു കോഴ്സായിരിക്കും അതെന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലാഭം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 3-4 സ്ട്രാറ്റജീസ് ഉള്ള ഒരു സ്വിംഗ് ട്രേഡിംഗ് സെഷനാണ്. അതിനകത്ത് ഓപ്ഷൻ ബൈയിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ, ഫോറക്സ് പോലുള്ള സംഭവങ്ങളിൽ, കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാൻ സാധ്യതയുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുക. അത് ടെലിഗ്രാമിനകത്ത് ഉണ്ട്, ഇല്ലെങ്കിൽ ലിങ്ക്ഡിൻ്റെ ലിങ്ക് എപ്പോഴും താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് വരിക. അതിനകത്ത് എൻ്റെ പാസ്റ്റ് പെർഫോമൻസ് അവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അത് വാല്യൂബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.